ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബിപിയങ്ങാടി തിരൂർ. പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നൈസ് പബ്ലിക് സ്കൂൾ ബിപിയങ്ങാടി തിരൂർ. റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. വെട്ടത്ത് പുതിയങ്ങാടി വലിയ നേർച്ചയ്ക്ക് കൊടിയേറി. ചരിത്രപ്രസിദ്ധവും വെട്ടത്ത് നാടിന്റെ ദേശീയോത്സവവും മതമൈത്രിയുടെ പ്രതീകവുമായ വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് കൊടിയേറി. വൈകിട്ട് 3:30 മണിയോടെ ഗജവീരന്മാരുടെയും ബാൻഡ് വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയുള്ള കൊടിയേറ്റ വരവ് തിരൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തിരൂർ ഡിവൈഎസ്പി ബൈജുവിൽ നിന്നും കൊടിയേറ്റുവാങ്ങിയാണ് പുറപ്പെട്ടത്. വരവ് പൂഴിങ്കുന്ന് വരെ പോയി തിരിച്ച് ജാറത്തിലെത്തിയ ശേഷമാണ് കൊടിയേറ്റിയത്. വലിയ കൊടിവരവിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നുകൊണ്ടുകൊണ്ടിരിക്കുന്നു. മനസ്സുകളെ നിങ്ങൾക്ക് ബോംബെ ഡയമണ്ട്സിന്റെ ഊഷ്മളമായ സ്വാഗതവും ആശംസകളും അർപ്പിക്കുന്നു. മാണിക്യക്കല്ല് അബ്ദുൽ ഖാദർ വലി ഔലിയ യാഹും തങ്ങൾ ഉമ്മാപ്പ അന്ത്യവിസം മാത്രമല്ല ഇടയാൻ സാധ്യതയുള്ള അവർ എപ്പോഴാ ഇടയുക എന്ന് ഒരാൾക്കും പറയാൻ. ഈ വാഹനത്തിന് അല്പം പുറകിലായിക്കൊണ്ട് കടന്നുകൊണ്ടിരിക്കുന്നു.
സാധ്യമല്ല. അതുകൊണ്ട് റോഡിന്റെ പാർശ്വഭാഗങ്ങളിലേക്ക് ഒരൽപ്പം മാറി നിന്നുകൊണ്ട് വെട്ടത്ത് നാട്ടിൽ പുണ്യങ്ങളുടെ പൂക്കാലം വിതറിയ മഹാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഔലിയ യാഹുമാൻ മമ്പുറും തങ്ങളുടെ പ്രിയ സോദരമായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ പ്രിയതോട് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ പാഴ്സിയെന്നോ ജൂതനെന്നോ ചൈനനെന്നോ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരമ്മ വെച്ച മക്കളാണ്. രാജാവിന്റെ രണ്ട് ചക്രങ്ങൾ ഉരുണ്ടതാണ്. നേർച്ച കമ്മിറ്റിയുടെയും സൂര്യ അഡ്വർടൈസിംഗ് കമ്പനിയുടെയും കൃത്യമായ സൂചന. കൊടിയേറ്റ വരവിനൊപ്പം പതിനായിരങ്ങളാണ് BP അങ്ങാടിയിലേക്ക് ഒഴുകിയെത്തിയത്.
നേർച്ചയ്ക്ക് മാറ്റുകൂട്ടാൻ അമ്യൂസ്മെന്റ് പാർക്കുകളെയും വഴിയോര കച്ചവടക്കാരെയും കൊണ്ട് BP അങ്ങാടിയും പരിസരവും നിറഞ്ഞു കവിഞ്ഞു. BP അങ്ങാടിയിലും പരിസരത്തുമുള്ള പ്രവാസികളിൽ ഭൂരിഭാഗവും നേർച്ചയ്ക്ക് പങ്കെടുക്കാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. കാലത്ത് 11 മണിയോടെ BP അങ്ങാടി പരിസരത്ത് നിന്നും 100 കണക്കിന് അരിച്ചാക്കുകളും വാദ്യമേളങ്ങളുമായി കഞ്ഞിക്കാരുടെ വരവ് ജാറത്തിലെത്തിയതോടെ കഞ്ഞി തയ്യാറാക്കുന്ന ചടങ്ങ് ആരംഭിച്ചു. തങ്ങൾ ഉപ്പാപ്പയുടെ 171ാമത് വലിയ നേർച്ചയ്ക്ക് കഞ്ഞിക്കാരുടെ വരവോടുകൂടി തുടക്കം കുറിച്ചിരിക്കും. കഞ്ഞിക്കാരുടെ വരവിൽ തുടക്കം കുറിച്ച് ചാപ്പക്കാരിൽ അവസാനിക്കുന്ന മാറിയ വെട്ടത്ത നാട്ടിൽ പുണ്യങ്ങളുടെ പൂക്കാലം വിതറിയ ഒരമ്മ പെറ്റ മക്കളാണെന്ന് നമ്മെ പഠിപ്പിച്ച വെട്ടത്ത നാട്ടിൽ 171 വർഷം ആയിരക്കണക്കിന് ആളുകളാണ് കഞ്ഞി വാങ്ങാൻ നേർച്ചയുടെ 3 ദിവസവും ജാറം പരിസരത്തെത്താറുള്ളത്. നേർച്ചയുടെ 2-3 ദിവസങ്ങളിൽ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള പെട്ടിവരവുകൾ ജാറത്തിലെത്തും. 3-ാം ദിവസമായ ചൊവ്വാഴ്ച രാത്രി 8 മണി മുതൽ നേരം പുലരുവോളം പെട്ടിവരവുകൾ വന്നുകൊണ്ടേയിരിക്കും. ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെ വാക്കാട് പ്രദേശത്ത് നിന്ന് വരുന്ന ചാപ്പക്കാരുടെ വരവ് ജാറത്തിലെത്തിയാലുടൻ നേർച്ചയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള കമ്പം കത്തിക്കൽ എന്ന കരിമരുന്ന് പ്രയോഗം നടക്കും. മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ പെട്ടിവരവുകളാണ് ഇത്തവണയുള്ളത് എന്ന് നേർച്ച ഭാരവാഹികൾ പറഞ്ഞു. ഗതാഗത നിയന്ത്രണവും വൻ സുരക്ഷയും ഏർപ്പെടുത്തിക്കൊണ്ട് വൻ പോലീസ് സന്നാഹവും രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. അക്കൗണ്ടിംഗ് ആൻഡ് ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ. അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും. അത് മറികടക്കാനായി IHT കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു NERGY 360. ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. IHT കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ, തിരൂർ. ഫോൺ 9847 300 120.